ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഫേസ് പാക്ക് കൊണ്ട് വന്നേക്കണത് എല്ലാ ദിവസവും മുഖത്തും കഴുത്തിലൊക്കെ തേക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ടും നല്ല നിറം വയ്ക്കാനൊക്കെ സൂപ്പറാണ്. ഒരു അടിപൊളി ഒരു ഫ്രൂട്ട്സ് വെച്ചുള്ള ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് നമ്മൾ ഡെയിലി നമ്മൾ കഴിക്കുകയും നമ്മുടെ മുഖത്ത് തേക്കുകയൊക്കെ ചെയ്യുമ്പം നല്ല റിസൾട്ട് ഉണ്ടാവും. നിറം വയ്ക്കാൻ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ, എളുപ്പമായിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാവേ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പപ്പായാണ്, പഴുത്ത പപ്പായ കേട്ടോ. അപ്പം വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു പപ്പായ നമുക്ക് കിട്ടാറുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ പണ്ടുണ്ടായിരുന്നു. അന്നേരം ദിവസം ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മുഖം നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മുഖത്ത് വരുന്ന കുരുക്കളില്ലേ, അതൊക്കെ പോകാനൊക്കെ ഈ ഒരു പപ്പായ എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പപ്പായ വെച്ചുള്ള ഫേസ് പാക്ക് കൊണ്ടിന്ന് വന്നേക്കണം. നല്ല പഴുത്ത പപ്പായ തന്നെ എടുക്കണേ. ഇത് മുഖത്ത് തേക്കുന്നതിനേക്കാളും ഏറ്റവും ഗുണം നമ്മൾ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും പപ്പായ കിട്ടുവാണെങ്കിൽ ഇത് കഴിക്കാം കേട്ടോ. കഴിക്കുന്നതിനൊപ്പം തന്നെ ചെറിയൊരു കഷ്ണം മാറ്റി വെക്കാം. എന്നിട്ട് മുഖത്തങ്ങ് തേക്കുവാണെങ്കിൽ റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട്. ഒരു ഈസി പാക്കായിട്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത്. പപ്പായയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. നല്ല ഒറിജിനൽ തേന് മാത്രം മതിയിട്ട് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ പപ്പായ എടുത്തിട്ടുണ്ട്, തേൻ എടുത്തിട്ടുണ്ട്. ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാവേ. എന്നിട്ട് മുഖത്തും കഴുത്തിലും കൈകളിലൊക്കെ തേക്കുവാണെങ്കിൽ നമ്മുടെ കരിവാളിപ്പില്ലേ, കരിവാളിപ്പൊക്കെ പോകാനൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ കൂടെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ, മുഖക്കുരു അതൊക്കെ പോകാൻ ഈ ഒരു പപ്പായ സൂപ്പറാണ് കേട്ടോ. എല്ലാ ദിവസവും തേക്കാവുന്നതാണ്. അതിന് ആഴ്ചയിൽ 1 2 എന്നല്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് തേക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും. അപ്പം ഞാനിതാ പപ്പായും തേനും നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്തങ്ങ് കണ്ടില്ലേ, ഇതേപോലെ കട്ട ഉണ്ടാവരുത് കേട്ടോ. കട്ട ഉണ്ടാവുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങനെ മുഖത്തങ്ങ് പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാനത് കൈ കൊണ്ട് ഇങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. പപ്പായ വെച്ചുള്ള ഫേഷ്യലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവാനുണ്ടല്ലോ, സൂപ്പറാണ് പപ്പായ ഫേഷ്യൽ കേട്ടോ. ഇതുപോലെ അങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിച്ച് വയ്ക്കുക. ഉണങ്ങി കഴിയുമ്പം മുഖം നല്ല വൃത്തി ഒന്ന് കഴുകിയെടുക്കുക. അത് മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ ചുണ്ടിലായാലൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ചുണ്ടിൽ ഈ സൈഡിലുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. കണ്ണിന് താഴേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണിന് ചുറ്റുള്ള കറുപ്പ് കുറയാനൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ തേൻ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ നമ്മുടെ മുഖം നല്ല ഒരു തിളക്കം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് പപ്പായയുടെ കൂടി ഞാൻ തേൻ ചേർത്ത് കൊടുത്തത്. ഇപ്പം തേനില്ലെങ്കിലും പ്രശ്നമില്ല, ഈ പപ്പായ മാത്രം മതി. ഈ പഴുത്ത പപ്പായ ഇല്ലേ, അത് മാത്രം മതി കേട്ടോ. തേക്കുമ്പം ഇത്തിരി കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക, കഴുത്തിന് ചുറ്റിനും മസാജ് ചെയ്യുക. കവിളിലൊക്കെ ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്യുമ്പോൾ തന്നെ കവിൾ തുടുക്കാനും നിറം വയ്ക്കാനൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നമുക്കിവിടെ ചുളിവുകളുണ്ടാവില്ല, ചുളിവുകൾ കുറയാനൊക്കെ നല്ലൊരു പാക്കാണിത്. അപ്പോൾ പപ്പായ കിട്ടുമ്പോൾ നിങ്ങളത് കളയണ്ട. അതുപോലെ ജ്യൂസ് അടിച്ച് വെച്ചിട്ട്, വെള്ളം ചേർക്കാണ്ട് ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ ഐസ് ക്യൂബിലാക്കി വെക്കുക. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് 2 നേരം തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളയുക. നമുക്കതിൽ തേനൊന്നും ചേർക്കണ്ട. ഇത് എളുപ്പത്തിലുള്ള പാക്കാണ് ഞാൻ പറഞ്ഞത്. ജ്യൂസ് പപ്പായ മാത്രം തേക്കാനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേനും കൊണ്ട് ചേർത്തിട്ട് റെഡിയാക്കി വെക്കുക, ഫ്രീസറിൽ റെഡിയാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ദിവസവും തേക്കൊണ്ട് അങ്ങനെ ചെയ്യുക. തേനില്ലെങ്കിലും പ്രശ്നമില്ല.
അപ്പോൾ പാത്രത്തിൽ ഞാൻ കുറച്ചധികം പപ്പായ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീരാറായേ. അപ്പോൾ ഇതെല്ലാം ഞാൻ മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരിക. എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഞാൻ കട്ടിയിൽ തന്നെ തേക്കണേ, എങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നല്ലോണം കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം മുഖം കഴുകിയിട്ട് കാണാവേ. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. മുഖം നല്ല എന്താ പറയുക, നല്ലൊരു ഫേഷ്യൽ ചെയ്തൊരു ലുക്ക് തന്നെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ നല്ലോണം കട്ടി തേച്ച് പിടിപ്പിച്ചിട്ട് ഉണങ്ങിയിട്ട് മുഖം കഴുകിയിട്ട് കാണാം. അപ്പോൾ ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖത്തെ മാറ്റം കണ്ടില്ലേ, നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ. മുഖം നല്ല സോഫ്റ്റായി, അതിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റായി, നല്ല പാക്കാണ്. അപ്പോൾ ഒരു പപ്പായൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് മുഖത്തങ്ങ് തേച്ച് നോക്കും കേട്ടോ. പപ്പായയും തേനും മാത്രം മതി. തേനില്ലെങ്കിലും കുഴപ്പമില്ല, പപ്പായ തന്നെ മുഖത്ത് തേച്ചാലും നല്ലതാട്ടോ. മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ്. എല്ലാ ദിവസവും നമ്മൾ ഇതേപോലെ തന്നെ തേക്കുവാണെങ്കിലോ അടിപൊളിയായിരിക്കില്ലേ. കരുവാളിപ്പൊക്കെ മാറി മുഖം നല്ല നിറമൊക്കെ വെച്ച്, പാടുകളുണ്ടെങ്കിൽ മാറി, മുഖക്കുരുണ്ടെങ്കിൽ എല്ലാം മാറി, അയ്യോ സൂപ്പറായിട്ട് തിളങ്ങും. അപ്പോൾ ഇത് കഴിക്കാനും മറക്കരുത് കേട്ടോ. മുഖത്ത് മാത്രം തേച്ചാൽ മാത്രം പോരാ, കഴിക്കുകയും ചെയ്യണം. എങ്കിലാണ് സ്കിന്ന് നല്ല ഒരു ബ്രൈറ്റായിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.